ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്താണ്? പണമല്ല, സമയം പോലുമല്ല. അതിലും വിലപ്പെട്ട ഒന്നുണ്ട്: നിങ്ങളുടെ ശ്രദ്ധ. പ്രതിരാവിലെയും നിങ്ങൾ ഉണരുന്നു. ഇന്ന് ശ്രദ്ധയോടെ പ്രവർത്തിക്കണം, ഇന്ന് മുന്നോട്ടു പോകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈ സ്വാഭാവികമായി ഫോണിലേക്ക് നീളുന്നു. ഒരു മെസ്സേജ്, ഒരു വീഡിയോ, ഒരു സ്ക്രോൾ. അത് വെറും ഒരു നിമിഷം മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് ഇനി നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ഇതാണ് ശ്രദ്ധ നഷ്ടപ്പെടുന്നതിന്റെ തുടക്കം. ഒരു വലിയ കൊടുങ്കാറ്റ് പോലെയല്ല, ഒരു ചെറിയ ശീലമായി. ഞാൻ നിശബ്ദതയിൽ ജീവിച്ചിട്ടുമുണ്ട്, ലോകത്തിന്റെ ശബ്ദങ്ങളിൽ നിന്ന് അകലെയായി. അതുപോലെ സ്ക്രീനുകളും വിവരങ്ങളും നോട്ടിഫിക്കേഷനുകളും നിറഞ്ഞ ലോകത്തിനുള്ളിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ രണ്ട് അനുഭവങ്ങളും എനിക്ക് ഒരേ സത്യം പഠിപ്പിച്ചു: പ്രശ്നം ലോകമല്ല, പ്രശ്നം നമ്മൾ ലോകത്തോടുണ്ടാക്കുന്ന ബന്ധമാണ്. റോമൻ ചക്രവർത്തിയായ മാർക്കസ് ഓറേലിയസ് ഒരിക്കൽ പറഞ്ഞു, നിന്റെ മനസ്സിന്മേൽ നിനക്കാണ് അധികാരം, പുറത്തെ സംഭവങ്ങളിലല്ല. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ ആ അധികാരം നമ്മൾ സ്വയം വിട്ടുകൊടുക്കുന്നു, നോട്ടിഫിക്കേഷനുകൾക്കാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ. ഇതെന്റെ ആദ്യ മലയാളം വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരം കൂടുതൽ വീഡിയോകൾ ഞാൻ പങ്കുവയ്ക്കാം. ഇപ്പോൾ ഒരു സത്യം: നിങ്ങൾ വലിയ എന്തെങ്കിലും നേടണം എന്ന് പറയാം, പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ 100 ദിശകളിലേക്ക് ചിതറിക്കിടക്കുന്നു. ഒരു ചിതറിയ മനസ്സിന് കേന്ദ്രീകൃതമായൊരു ജീവിതം നിർമ്മിക്കാൻ കഴിയില്ല. ഒരു ദിവസം ഞാനൊരു ചെറിയ പരീക്ഷണം നടത്തി. ഒരു പേജ് മാത്രം എഴുതുക, ഫോണില്ല, തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അതെന്തെങ്കിലും ഒഴിവ് തേടി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഡിസ്ട്രാക്ഷൻ എന്നത് ഡിസിപ്ലിൻ കുറവല്ല, അത് ഒഴിവാക്കാനുള്ള ഒരു അടിമത്തമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക: നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ആവശ്യമില്ല, കുറഞ്ഞ ഡിസ്ട്രാക്ഷൻ മതി. നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമില്ല, കൂടുതൽ ശ്രദ്ധ മതി. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക: ഞാൻ ഇത് തിരഞ്ഞെടുക്കുകയാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒഴിവാക്കുകയാണോ? ആ ചെറിയ നിമിഷം സ്വാതന്ത്ര്യത്തിന്റെ തുടക്കമാണ്. ഇപ്പോൾ ഫോൺ ഒന്ന് താഴെ വയ്ക്കൂ, മറിച്ച് തുടങ്ങൂ.